ഹലോ, ഇന്ന് നമ്മൾ ഒരു ലൂപ്പ് നെക്കാണ് ഇന്ന് കാണിക്കുന്നത്. ആദ്യമേ കസ്റ്റമർ തന്ന മെറ്റീരിയലിൽ നിന്ന് ഞാൻ ചെസ്റ്റ്, വേസ്റ്റ്, ഷോൾഡർ, സ്ലിറ്റ് ലെങ്ത്ത്, ടോട്ടൽ ലെങ്ത്ത്, സ്ലീവിൻ്റെ റൗണ്ട് ഇതെല്ലാം ഞാൻ കറക്റ്റായിട്ട് മെഷർ ചെയ്യുന്നുണ്ട്. തുടക്കക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് ആദ്യമേ കാണിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്തെടുക്കണേന്ന്. ഇതാണിന്ന് നമ്മൾ തയ്ക്കാൻ പോകുന്ന മെറ്റീരിയലിൻ്റെ അളവുകൾ. ഞാൻ ആദ്യം ലൈനിങ് മെറ്റീരിയൽ അയൺ ചെയ്ത് ഫോൾഡ് ചെയ്ത് കട്ടിംഗ് ടേബിൾ ഇട്ടിട്ടുണ്ട്. ഞാനതൊന്നും സൂം ചെയ്ത് കാണിക്കുന്നില്ല, കാരണം ഇതിക്ക് മുന്നത്തെ എൻ്റെ വീഡിയോസിലൊക്കെ എങ്ങനെയാണ് ലൈനിങ് കട്ട് ചെയ്യുന്നതെന്നും ചുരിദാർ കട്ടിങ്സൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതൊന്ന് കാണുക എല്ലാവരും. നമുക്കിന്ന് ലൂപ്പ് നെക്കിൻ്റെയാണ് കാണിക്കുന്നത്. ഞാൻ ഷോൾഡർ അടയാളപ്പെടുത്തി. ഷോൾഡർ എത്രയാണോ നമ്മൾ എടുക്കുന്നത് അത് തന്നെ കൈക്കുഴിയും അടയാളപ്പെടുത്തണം. നമുക്ക് റിഗാർഡ് 1.5 കൊടുക്കാം. ഫ്രണ്ട് നെക്ക് റിഗാർഡ് കൊടുത്തതിനും ഒരു 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടിയെടുക്കണം. നമുക്കപ്പോൾ ചെസ്റ്റ് പോർഷനിലൊക്കെ നല്ല ഒരു ഫിനിഷിങ്ങും നല്ല ഭംഗി ഉണ്ടാവും. അവിടെ ഇങ്ങനെ ചുളുങ്ങി പൊങ്ങി നിൽക്കില്ല. സ്ലീവിന് ചിലർ ഫ്രണ്ടിൽ കുഴിച്ച് വെട്ടാറുണ്ട്. ചിലർക്കത് ഭംഗിയായിട്ട് കിട്ടും, പക്ഷേ ഞാനങ്ങനെ വെട്ടാറില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫ്രണ്ടിൽ കുഴിച്ച് വെട്ടാണ്ട് നമുക്ക് ചുരിദാറിൻ്റെ ബേസിക് മെഷർമെൻറ്റ്സൊക്കെ ഇതുപോലെ ലൈനിങ് മെറ്റീരിയലിലേക്ക് കറക്റ്റ് ചെയ്ത് വരയ്ക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഇച്ചിരി കട്ടിയില്ലാത്ത ടൈപ്പ് നെറ്റ് ടൈപ്പാണ്. അതാണ് നമ്മൾ കോട്ടണിൽ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്യുന്നത്. നമുക്ക് ഈ ലൈനിങ് വെച്ച് തന്നെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ സ്ലീവിന് വേണ്ടിയിട്ടുള്ളതാണ് കട്ട് ചെയ്യണത്. നമ്മൾ ഇതുപോലെ ഫോൾഡഡായ വശത്ത് ഷോൾഡറൊക്കെ അടയാളപ്പെടുത്തണമെങ്കിൽ നമുക്കിങ്ങനെ കൈക്കുഴിയൊക്കെ വന്ന ആ ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഷോൾഡറിനുള്ള മെറ്റീരിയൽ നമുക്ക് കിട്ടും. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത് കേട്ടോ. സാധാരണ തയ്യൽക്കാർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. കൈക്കും ഞാൻ ലൈനിങ് കൊടുക്കുന്നുണ്ട്. നെറ്റ് ടൈപ്പ് മെറ്റീരിയലൊക്കെയാണ്. എല്ലാവർക്കും ലൈനിങ് ഇല്ലാണ്ട് തയ്ക്കുമ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. ഇച്ചിരി പ്രായമുള്ളവർക്കൊക്കെ കൈക്കൊക്കെ നമ്മൾ ലൈനിങ് ഇട്ട് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. ഇതാണ് മെയിൻ ക്ലോത്ത്. ഇത് ഫ്രണ്ടിൽ ചെറുതായി ഒരു എംബ്രോയ്ഡറി വന്ന ടൈപ്പാണ്. നമുക്കത് സെൻറ്റർ പോർഷൻ കറക്റ്റ് ചെയ്ത് ഇടണം. ആ എംബ്രോയ്ഡറി കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ മെറ്റീരിയൽ കറക്റ്റ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് എളുപ്പമാണ് ഇത് കട്ട് ചെയ്യാനായിട്ട്, കാരണം നമ്മൾ ലൈനിങ് കോട്ടൻ്റെയും നമ്മൾ അത് കറക്റ്റ് ചെയ്ത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് മെയിൻ ക്ലോത്തിലേക്ക് ഇട്ട് അതിൻ്റെ ലെവലിൽ തന്നെ, പിന്നെ നമ്മൾ ലൈനിങ്ങിനേലും ഒരു 2 ഇഞ്ചും 2, 2.5, 3 നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമ്മൾ കൂടുതലാണ് ഇടാറ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മറക്കാണ്ട് മെയിൻ ക്ലോത്ത് കറക്റ്റ് ലെങ്ത്ത് ഇതുപോലെ മെഷർ ചെയ്ത് കയറ്റി വെട്ടണം. നമ്മുടെ ബോഡി പോർഷൻ കഴിഞ്ഞ് ബാക്കി വന്ന ആ മെറ്റീരിയലാണ് സ്ലീവ് കട്ട് ചെയ്യണത്. ഇപ്പോൾ സെൻറ്ററിൽ ആ ഒരു വർക്ക് വന്നുകൊണ്ടാണ് നമ്മൾ തുണി ഇങ്ങനെ സെൻറ്റർ ചെയ്തിട്ടിരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തുണിയെ സ്ലീവിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇടണം. അത് ഞാൻ ഈ ബാക്ക് പീസ് കട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം എങ്ങനെ ഇടണ്ടേന്ന്. നമ്മൾ ഇതുപോലെ മെറ്റീരിയൽ ഫോൾഡ് ചെയ്ത് ഇതുപോലെ ഒരു 3/4 സ്ലീവിനൊക്കെ 3/4 സ്ലീവിന് മെറ്റീരിയൽ വരത്തക്ക രീതിയിൽ നമ്മുടെ ആ ഒരു ബോഡി പോർഷൻ എത്രയാണോ ആ രീതിയിൽ മെറ്റീരിയൽ ഒന്ന് കറക്റ്റ് ചെയ്ത് മടക്കി ഇടണം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വശത്തുനിന്ന് സ്ലീവ് കട്ട് ചെയ്യാം.
നമുക്കിപ്പോൾ ഒരു 3/4 സ്ലീവിന് വേണ്ടിയിട്ട് കിട്ടും. ഒരു 11 ഇഞ്ചൊക്കെ നമുക്ക് ധാരാളം കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ വെട്ടണ സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി. മെറ്റീരിയൽ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് ആ കട്ടിങ്സൊക്കെ കൈക്കുഴിയൊക്കെ കട്ട് ചെയ്ത് വരുന്ന ആ പോർഷനിലൊക്കെ മെറ്റീരിയൽ ഉണ്ടാകുന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് സ്ലീവ് ലൈൻ ക്ലോത്ത് വെച്ച് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എനിക്കൊരു ഇച്ചിരി കുറവാണ് വന്നിരിക്കുന്നത്. കസ്റ്റമർ തന്ന അളവിൽ ഒരു 12.5 ഉണ്ടായിരുന്നു. നമുക്കിത് 11 കിട്ടണുള്ളൂ. കട്ടിങ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ലൂപ്പിന് വേണ്ടിയിട്ട് ഇതുപോലെ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ ഒരു വള്ളി അടിച്ചെടുക്കാം. സൂചി ഇതുപോലെ ഉള്ളിലേക്ക് ഇട്ടാണ് ഞാൻ മറച്ചെടുക്കാറ്. അതാകുമ്പോൾ നമുക്ക് അധികം വീതി ഇല്ലാണ്ടൊക്കെ കിട്ടും. ഞാൻ ഇപ്പോൾ 2 വള്ളി അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി അത് 1 ഇഞ്ച് ലെങ്ത്തിൽ നമുക്കിതുപോലെ കട്ടൊക്കെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി അറ്റാച്ച് ചെയ്തെടുക്കാം. നമുക്ക് ഇതിൽ തന്നെ നമുക്ക് നെക്ക് യു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നെക്ക് വിഡ്ത്ത് 3.4, നെക്ക് ലെങ്ത്ത് 6.5. അത് സ്ക്വയറാക്കി വരച്ച് നമുക്ക് യു ഷേപ്പിൽ കട്ട് ചെയ്ത് ഒന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ എന്താണെന്നാ നമ്മൾ തയ്ക്കുന്ന സമയത്ത് മെയിൻ ക്ലോത്തും ലൈനിങ്ങും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊന്നത് തയ്ച്ചെടുക്കുന്നത്. അതിലേക്കാണ് നമുക്ക് ഈ ചെറിയ ലൂപ്പിന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കേണ്ടത്. ആദ്യമേ നമുക്കതൊന്ന് തയ്ച്ചെടുക്കാം. പേപ്പർ ക്യാൻവാസൊക്കെ ഉപയോഗിച്ച് നല്ല ഫിനിഷിങ്ങിൽ ചെയ്യാം. പക്ഷേ തുടക്കക്കാർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ കാണിക്കുന്നത്. നമുക്കിനി ഇതുപോലെ ഫോൾഡ് ചെയ്ത് ആ ഫോൾഡഡ് വശം നല്ല മെറ്റീരിയലിൻ്റെ ഈ സൈഡിലേക്കും മറ്റേ ഓപ്പൺ ആയിട്ടുള്ള ആ ഭാഗം ഇതുപോലെ ചീത്ത വശത്തേക്കും വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ആ മെറ്റീരിയലിൻ്റെയൊക്കെ നല്ല ഭാഗത്താണ് ആ ഫോൾഡ് ചെയ്ത വശം വന്നത്. നമുക്കിനി ഒരു ക്രോസ് പീസ് വെച്ച് മടക്കി തയ്ക്കുമ്പോൾ അത് ചീത്ത ഭാഗം ഉള്ളിലേക്ക് പൊയ്ക്കോളും. എന്നിട്ട് നമുക്കത് ഹെം ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാകും. കാരണം ഞാൻ ഇങ്ങനെ ഫോൾഡ് ചെയ്ത ഭാഗമാണ് നല്ല വശത്തേക്കും ഓപ്പൺ ആയിട്ട് വരുന്നതാണ് ചീത്ത വശത്തേക്കും പോയിരിക്കുന്നത്. ഇനി നമുക്ക് ക്രോസ് പീസൊക്കെ റെഡിയാക്കി എടുക്കാം. ഇത് ഏറ്റവും സിമ്പിളായിട്ടൊരു മെത്തേഡാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ക്രോസ് പീസ് മടക്കി ഇതുപോലെ നെക്ക് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് എക്സസൈസ് നിൽക്കുന്നതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് അത് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് മറച്ചിട്ടടിക്കുമ്പോഴൊക്കെ ഹെമ്മിങ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഞാനിപ്പോൾ തള്ളി നിൽക്കുന്നതെല്ലാം കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അത് ചെറിയ കട്ടിങ്സ് ക്രോസ് പീസിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് നമുക്കതൊന്ന് പതിപ്പിച്ച് തയ്ച്ചെടുക്കാം. നെക്കൊക്കെ നല്ല ബലത്തിലിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ക്രോസ് പീസ് പതിപ്പിച്ച് തയ്ച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ക്രോസ് പീസ് ഉള്ളിലേക്കിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കാം. ഇപ്പോൾ കണ്ട ആ ഒരു നമ്മൾ ഫോൾഡ് ചെയ്തത് നെക്കിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നിവർന്ന് വന്നാക്കണത്. ഇനി അതിലേക്കൂടിയാണ് നമുക്ക് ഒരു വള്ളി പോലെ ഇട്ട് കൊടുക്കേണ്ടത്.
അത് നമുക്ക് മെയിൻ ക്ലോത്തിൻ്റെ ആ കളർ തന്നെ കൊടുക്കാം, അപ്പോഴായിരിക്കും ഒരു ഭംഗി. ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു സൂചിയിൽ ഇതുപോലെ കോർത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ബാക്ക് പീസ് ലൈനിങ്ങും നല്ല മെറ്റീരിയലും കൂടി ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാം. ഞാൻ അധികം ലെങ്ത്തായിട്ടൊന്നും കാണിക്കണില്ല. നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എങ്ങനെയാണ് ആ വള്ളി കംപ്ലീറ്റ് ചെയ്ത് എടുക്കണതെന്ന്. നമുക്കിനി ബാക്ക് പീസിലേക്ക് ക്രോസ് പീസൊക്കെ വെച്ച് നെക്ക് ഫിനിഷ് ചെയ്ത് ബാക്കും ഫ്രണ്ടും ഷോൾഡർ ജോയിൻ ചെയ്ത് സ്ലിറ്റൊക്കെ അടിച്ചെടുക്കുക. ഞാനിപ്പോൾ ക്രോസ് പീസ് വെച്ച് ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കണേണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കാണിച്ചത്. ലെങ്ത്ത് ഒന്നും കൂടാണ്ട്, കാരണം ലെങ്ത്ത് കൂടുന്നതനുസരിച്ച് ആളുകൾക്ക് ബോറടിക്കും. ചിലപ്പോൾ ഒരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഈസി മെത്തേഡാണ് കാണിച്ചത്. നിങ്ങൾക്ക് ഇനി ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ക്യാൻവാസൊക്കെ വെച്ച് കാണിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്യാം. അപ്പോൾ ഷോൾഡറൊക്കെ കൂട്ടി ഇനി നമുക്ക് നോർമൽ ചെയ്യുന്നത് പോലെ തന്നെ സ്ലിറ്റൊക്കെ അടിച്ചെടുക്കുക. ഞാനപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഞാൻ നെക്കൊക്കെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്.